സോ ഇനി നമ്മൾ മറ്റൊരു സ്പാനിഷ് സൈഡിലേക്ക് പോകണം. അവരൊരു ഇംഗ്ലീഷ് സൈഡിനെയാണ് ഫേസ് ചെയ്തത്, ബാഴ്സ വേഴ്സസ് ന്യൂ കാസിൽ. അപ്പോൾ ആ ഒരു മാച്ചിൽ നമ്മൾ അവർ ഗ്രൂപ്പിൽ ലീഗ് ഫേസിൽ കളിച്ച മാച്ച് തന്നെയാണ്. അതിൽ അന്ന് 2-1 2-0 ഐ തിങ്ക് റാഷ്ഫോർഡിൻ്റെ ഡബിളിൽ അവർ ബാഴ്സ ജയിക്കലുണ്ടായി. അപ്പോൾ ആ ഒരു മാച്ചിൽ ന്യൂ കാസിൽ ഓഫ് കോഴ്സ് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അവർക്ക്. അവരുടെ ഹോം സെൻറ്റ് ജെയിംസ് പാർക്ക് ചാമ്പ്യൻസ് ലീഗ് നൈറ്റ് ഭയങ്കര ഡിഫറെൻ്റ് ആണെന്നുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ട്. സോ അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ആ ന്യൂ കാസിലിൻ്റെ അപ്രോച്ച് എന്തായിരുന്നു? ആ ബാഴ്സയെ എങ്ങനെയാണ് അവർ ഹേർട്ട് ചെയ്തത്? ആ ഒരു ന്യൂ കാസിലിൻ്റെ ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ബാഴ്സലോണ അവർക്ക് ഇഷ്ടമുള്ള ഗെയിം കളിച്ച പോലെ എനിക്ക് തോന്നി. അതായത് ന്യൂ കാസിലിന് ഇഷ്ടമുള്ള ഒരു ഗെയിമുണ്ട്. അതായത് എഡി ഹൗ ഈ ടീമിന് ഉണ്ടാക്കി വെച്ചത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ലറ്റിസം, ഫിസിക്കാലിറ്റി, റണ്ണിങ് പവർ, ട്രാൻസിഷൻസ്. ഈ ഒരു ഗെയിം കണ്ടീഷനാണ് വരണമെങ്കിൽ ശരിക്കും സ്ട്രഗിൾ ചെയ്യും. ഏത് ടീമും ന്യൂ കാസിലിൻ്റെ സ്ട്രഗിൾ ചെയ്യും. അത് ന്യൂ കാസിലിൻ്റെ പ്രൊഫൈൽസുകൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. റണ്ണർ ടൈപ്പ് പ്ലേയേഴ്സാണ്, ഫിസിക്കൽ പ്ലേയേഴ്സാണ്, അത്ലറ്റിക് പ്ലേയേഴ്സാണ്. ജോലിംഗ്ടൺ, പിന്നെ ബ്രൂണോ ഗെമറസ്, ആന്റണി ഗോർഡൻ, ഇപ്പോൾ വിങ്ങിൽ പേസ് ബാൺസ് ഉണ്ട്, ആന്റണി ഗോർഡൻ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഗെയിം കണ്ടീഷനിലേക്ക് കൊണ്ടിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് ടീമായാലും സ്ട്രഗിൾ ചെയ്യും ന്യൂ കാസിലിൻ്റെ ഒപ്പം. അത് ഞാൻ നേരത്തെ കൂടിയുള്ള പറഞ്ഞ പോലെ ഡെത്ത് ബൈ 1000 passes അങ്ങനെ ഒരു അപ്രോച്ച് എടുത്താലേ നടക്കുള്ളൂ. പക്ഷെ എനിക്ക് തോന്നിയത് ഇന്നലെ ബാഴ്സലോണ കുറേ കൂടി ന്യൂ കാസിലിൻ്റെ സ്ട്രെങ്ത്തിലേക്ക് കളിച്ചു. ഓക്കെ. അപ്പോൾ ഈ പറഞ്ഞ പോലെ അതായത് അങ്ങനെ കളിച്ചു എന്ന് ഉദ്ദേശിക്കുമ്പോൾ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ റാദർ ദാൻ ബോൾ കൂടുതൽ നേരം വെക്കാണ്ട് കൂടുതൽ വെർട്ടിക്കലായിട്ട് കളിക്കാൻ നോക്കി. വെർട്ടിക്കലായിട്ട് നമ്മൾ ഡയറക്റ്റായിട്ട് കളിക്കുമ്പോൾ നമ്മൾ ആവശ്യമുള്ള സമയത്ത് നമ്മൾ ഡയറക്റ്റായിട്ട് കളിക്കണം, ആവശ്യമുള്ള സമയത്ത് നമ്മൾ റിതമും കൺട്രോളും ടെമ്പോനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഇതില്ലാണ്ട് നമ്മൾ കൂടുതൽ വെർട്ടിക്കലായിട്ട് കളിക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോൾ ലോസസ് വരും, അവർ കൗണ്ടർ അറ്റാക്ക് ചെയ്യും. അതാണ് ഈ പറഞ്ഞ ബാൺസിനൊക്കെ എത്ര റണ്ണുകളാണ് കിട്ടിയത്. അതെ, ബാഴ്സലോണ ന്യൂ കാസിൽ ടാർഗറ്റ് ചെയ്യുന്നുണ്ടായിരുന്ന സെൻറ്റർ ബാക്കും ഫുൾ ബാക്സിൻ്റെ ആ ബിഹൈൻഡ് ആയിട്ടുള്ള പൊസിഷൻസ് ആയിരുന്നു കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്നുണ്ടായിരുന്നത്. അവർക്ക് അവിടെ കുറേ ജോയ് കിട്ടിയിട്ടുണ്ടായിരുന്നു. കുറേ ഞാൻ പിന്നെ നമ്മൾ എന്തായാലും ഫസ്റ്റ് മാച്ച് ഞാൻ ഇവരുടെ ലീഗ് ഫേസിലെ മാച്ച് കണ്ടിരുന്നു. ഈ മാച്ച് കണ്ടിരുന്നപ്പോൾ ആ ലീഗ് ഫേസ് മാച്ചിൽ ഫസ്റ്റ് ഹാഫിൽ ഏതാണ്ട് ഇതുപോലെയൊക്കെ തന്നെയായിരുന്നു. ഈ ഒരു മാച്ച് നടന്ന പോലെ ന്യൂ കാസിൽ ഒരു സ്ലൈറ്റ് അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് തോന്നിയിരുന്നു. സെക്കൻഡ് ഹാഫിൽ ദ മിഡ്ഫീൽഡ് വാസ് കോമ്പാക്റ്റ്. ആ ഒരു പെഡ്രി ആൻഡ് ഡിയോങ് എന്നുള്ളൊരു ആ 2 പേര് മിഡ്ഫീൽഡിനെ കൺട്രോൾ ചെയ്യണതും അവർ ലൈക്ക് ആ ന്യൂ കാസിൽ ജോയലിൻ്റെനൊന്നും സ്പേസ് കിട്ടാത്ത പോലെ, അവർക്ക് ബോൾ കിട്ടാത്ത പോലെ. അപ്പോൾ ന്യൂ കാസിൽ സിറ്റ് ബാക്ക് ചെയ്തു കുറേ. അപ്പോൾ ഇവർ ഭയങ്കരമായിട്ട് പാസ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്ത് കളിച്ച് ഏതാണ്ട് ഒരു എന്നിട്ട് ആ ബിറ്റ്വീൻ ദ ലൈൻ സ്പേസിൽ ഫെർമിൻ ലോപ്പസും വരുന്നൊരു രീതിയിലാണ് കളിച്ചത്. അപ്പോൾ ഇന്നലെ പക്ഷേ ഡിയോങ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഡിയോങ്ങിൻ്റെ അതായത് ആ മാച്ചിൽ ഡിയോങ്ങിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്തായിരിക്കും? ഡിയോങ് നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ബോൾ കൺട്രോൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാം. ഡിയോങ് മിസ് ചെയ്തോ ശരിക്കും ബാഴ്സ? ഡിയോങ്ങിനെ മിസ് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ന്യൂ കാസിലിൻ്റെ അപ്രോച്ച് എന്തായിരുന്നു നോക്കണം. ന്യൂ കാസിലിൻ്റെ അപ്രോച്ച് എന്തായിരുന്നു, അവർ കുറേ കൂടി മാൻ ഓറിയൻറ്റഡ് രീതിയിലായിരുന്നു പ്രസ് ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ ടീംസുകൾ നമ്മളെ കൂടുതൽ മാൻ മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യണമെങ്കിൽ നമ്മൾ നോർമലി ടീമുകൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബോൾ കാരിയേഴ്സ് വേണം, നമുക്ക് ആ പ്രസ്സിനെ ബീറ്റ് ചെയ്ത് എസ്കേപ്പ് ചെയ്ത് പോകാൻ പറ്റുന്ന പ്ലേയേഴ്സ് വേണം. ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ ലാസ്റ്റ് സീസണിൽ പി എസ് ജി നിങ്ങൾ മാൻ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാനുള്ള പ്ലേയേഴ്സ് ഉണ്ട്. വിറ്റീനിയ, ജാവനസ്, ഫാബിയൻ റൂയിസ്, 8-9 ബോൾ കാരിയേഴ്സ് അവരുടെ ടീമിലുണ്ട് ഈ പ്രസ്സിനെ ബീറ്റ് ചെയ്ത് പോകാൻ. അപ്പോൾ ഡിയോങ്ങും പെഡ്രിൻ്റെയും ഗുണം അതാണ്, ബോൾ കാരിയർ ടൈപ്പുകളാണ്. അപ്പോൾ ഇപ്പോൾ ന്യൂ കാസിൽ ഇപ്പോൾ ജോലിംഗ്ടൺ അല്ലെങ്കിൽ ബ്രൂണോ ഗെമറസ് അവരെ പ്രസ് ചെയ്യാൻ വെച്ചാൽ അവർക്ക് ആ എക്സിറ്റ് റൂട്ടുകളുണ്ട്. ഇവരുള്ള കാരണം എക്സിറ്റ് റൂട്ടുകളുണ്ട് ആക്ച്വലി. അപ്പോൾ അത് ആക്ച്വലി ഒരു നല്ലൊരു മിസ്സായിരുന്നു ഫ്രാങ്കി ഡിയോങ്ങിൻ്റെ ആ ഫസ്റ്റ് ഫേസ് ഒന്ന് ബീറ്റ് ചെയ്യാൻ ഒരു രക്ഷ പ്ലെയർ ഉണ്ടായേനെ, അതുണ്ടായിരുന്നില്ല. മാജിക്കൽ പെഡ്രി നന്നായി കളിച്ചു, പക്ഷെ പെഡ്രി സ്ട്രഗിൾ ചെയ്തു ചില സമയങ്ങളിൽ. പെഡ്രി നീഡ്സ് സപ്പോർട്ട് സംടൈംസ്. അതെ ആ ഒരു ലിങ്ക് ചെയ്ത് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് അതാണ്. അപ്പോൾ ആ ഒരു മിസ്സിനെ കുറിച്ച് നമ്മൾ പലയിടത്തും ഞാൻ ഇങ്ങനെ വായിച്ചിരുന്നു. പിന്നെ ഈ ഒരു മാച്ചിന് മുമ്പ് നമ്മൾ പലരും പ്രെഡിക്റ്റ് ചെയ്തിരുന്നത് യമാലിൻ്റെ കേസായിരുന്നു. യമാൽ നന്നായിട്ട് കളിക്കുമെന്നുള്ള രീതിയിൽ പ്രെഡിക്റ്റ് ചെയ്തിരുന്നു. കാരണം യമാൽ കുറച്ച് നല്ല ഫോമിലായിരുന്നു, ഈ ഒരു കുറച്ച് മാച്ച് ഡേയ്സ് ആയിട്ട് നല്ല ഫോമിലായിരുന്നു. പക്ഷേ ലൂയിസ് ഹോൾ, നമുക്ക് എടുത്തു പറയേണ്ട ഒരു പേരാണ് ലൂയിസ് ഹോൾ, ന്യൂ കാസിലിൻ്റെ. അദ്ദേഹത്തിൻ്റെ അറ്റാക്കിങ്ങിലെ പെർഫോമൻസും ഉണ്ടായിരുന്നു, അതേപോലെ ഡിഫെൻസിലും അദ്ദേഹം നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹൗ ഡിഡ് യമാൽ ലൂയിസ് ഹോൾ ആ ഒരു ഹോൾ
എന്താ ചെയ്യുക, ഹോൾ രണ്ടിലും, അതായത് ഇൻ പൊസഷൻ ബോൾ ഉള്ളപ്പോഴും ഔട്ട് ഓഫ് പൊസഷനിലും നന്നായി കളിച്ചു. അത് ഔട്ട് ഓഫ് പൊസഷനിൽ അവൻ ഹോള് ചെയ്തൊരു പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യമാൽ നമുക്കറിയാം യമാൽ എപ്പോഴാണ് ഡേഞ്ചർ. യമാൽ വൺസ് യമാൽ ഒരു ഡിഫൻഡറിനെ ടേൺ ചെയ്ത് റൺ ചെയ്ത് തുടങ്ങിയാലാണ് യമാൽ ശരിക്കും ഡേഞ്ചർ. അപ്പോൾ ലൂയിസ് ഹോൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ടച്ച് ടൈറ്റ് ആകുമ്പോൾ ഇങ്ങനെ സ്പിൻ ചെയ്ത് പോകാൻ പറ്റില്ല. ഇപ്പോൾ ഈവൻ സ്പിൻ ചെയ്ത് കഴിഞ്ഞാലും ജോലിൻറ്റൻ ആ ഏരിയ ഇൻസൈഡ് കവർ ചെയ്യും. അപ്പോൾ യമാലിനെ ആക്ച്വലി ഡ്രോപ്പ് ചെയ്ത് ബാക്ക് അങ്ങോട്ട് ആ ഡീപ്പായിട്ട് പോകേണ്ട അവസ്ഥ വന്നു. അപ്പോൾ യമാൽ അങ്ങോട്ട് പോകുന്നതോറും എന്താണ് അവൻ്റെ ത്രെറ്റ് കുറയും. അപ്പോൾ അങ്ങനെ ലൂയിസ് ഹോൾ നന്നായി ഡിഫെൻഡ് ചെയ്തെന്ന് തോന്നി. വൺസ് ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ യമാലിൻ്റെ ഒപ്പം ഇപ്പോൾ ഡിഫൻഡേഴ്സ് നോർമലി ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ചില ആൾക്കാർ അഗ്രസീവായിട്ട് നല്ല അത്ലറ്റിക്സ് ഉള്ള ഫുൾ ബാക്സ് യമാലിനെ ടച്ച് ടൈറ്റ് ആവും, അല്ലാത്തവർ കുറച്ച് ബാക്ക് ഓഫ് ചെയ്ത് നിൽക്കും. അപ്പം എന്താ വെച്ചാൽ യമാലിന് ബോൾ കിട്ടും, യമാൽ ഹാഫ് ടേണിൽ തിരിയും, യമാൽ റൺ ചെയ്ത് കഴിഞ്ഞാൽ യമാലിന് കിട്ടില്ല. അതായത് വേൾഡിലെ ബെസ്റ്റ് വിങ്ങേഴ്സ് നിങ്ങൾ എടുത്ത് നോക്കിക്കോ, വിനീഷ്യസ് വൺസ് ടേൺ ചെയ്ത് റൺ ചെയ്താൽ ഇമ്പോസിബിളാണ് പിന്നെ സ്റ്റോപ്പ് ചെയ്യാൻ. കാരണം അവർക്ക് അത്രയും ഡിഫൻഡേഴ്സിനെ ഏത് ഡയറക്ഷനിലേക്ക് വേണമെങ്കിൽ മാറ്റാൻ പറ്റും, ബോൾ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പോൾ ലൂയിസ് ഹോൾ ആ ഒരു കാര്യത്തിൽ നന്നായി ചെയ്തു. അവൻ ടച്ച് ടൈറ്റായി ഇൻസൈഡ് വരുമ്പോൾ ജോലിൻറ്റൻ അത് ബ്ലോക്ക് ചെയ്തു. സോ യമാലിൻ്റെ എന്താ പറയുക, യമാലിൻ്റെ ഇൻഫ്ലുവൻസ് കുറഞ്ഞു വന്നു തുടങ്ങി ഗെയിമിൽ. ഒബ്വിയസ്ലി ലാസ്റ്റ് ഗോൾ സ്കോർ ചെയ്തു, പക്ഷേ ലൈക്ക് ഇൻഎഫക്റ്റീവ് ആയിരുന്നു. കുറേ നന്നായി ഡിഫെൻഡ് ചെയ്തു ലൂയിസ് ഹോൾ. അതുപോലെ തന്നെ ഇൻ പൊസഷനിലും ലൂയിസ് ഹോൾ നന്നായി കളിച്ചു. അതായത് ബാഴ്സലോണയുടെ പ്രസിങ്ങിൻ്റെ ഫസ്റ്റ് ഫേസ് ബീറ്റ് ചെയ്ത് കൊടുത്തിട്ട് ലെഫ്റ്റിലേക്കുള്ള ചാനൽ ബോൾസുകളൊക്കെ കൂടുതൽ കളിച്ചിട്ടുണ്ടായിരുന്നു. നന്നായി കളിച്ചിട്ടുണ്ടായിരുന്നു ലൂയിസ് ഹോൾ. ആനി പറഞ്ഞ പോലെ ലെവൻഡോസ്കിയുടെ ഒരു അവിടെ അറ്റാക്കിൽ ന്യൂ കാസിലിൻ്റെ പ്രസ്സിങ്, ന്യൂ കാസിൽ പ്രസ് ചെയ്യുമ്പോൾ ഐ തിങ്ക് ബാഴ്സ ലോങ് ബോൾസ് കൊടുക്കുമായിരുന്നു തോന്നുന്നു. ആൻഡ് അത് അത്രയ്ക്ക് അങ്ങോട്ട് വർക്കൗട്ട് ആയോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. അതെന്തായിരുന്നു? ഇല്ല, അത് ന്യൂ കാസിൽ കാൽക്കുലേറ്റ് ചെയ്തൊരു സംഭവമാണ്. അതായത് അവരെന്താ ആക്ച്വലി ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ഈ പ്ലേയേഴ്സ്, അവരുടെ പ്രസ്സിങ് പ്ലേയേഴ്സ് നാരോ ചെയ്തു ആദ്യം, എന്നിട്ട് ഈ ഹാഫ് സ്പേസസ് കട്ട് ചെയ്തു. ഈ കട്ട് ചെയ്തപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ കീപ്പറിന് നേരെ ലോങ് ബോൾ പോയേ പറ്റൂ. ലോങ് ബോൾ പോകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു ന്യൂ കാസിൽ ഓൾറെഡി ഫിസിക്കലായിട്ടുള്ള പ്ലേയേഴ്സാണ്. അപ്പോൾ അവർ ഏരിയയിലായിട്ടുള്ള എയറിൽ വരുന്ന ഏരിയയിലായിട്ട് വരുന്ന ബോളുകൾ അവർ ഡീൽ ചെയ്യും. അപ്പോൾ ലെവൻഡോസ്കിക്ക് എന്തായാലും എയറിൽ വരുന്ന ബോൾ ഫസ്റ്റ് കോൺടാക്ട് കിട്ടുന്നില്ല, സെക്കൻഡ് ബോൾ അവരെടുക്കും. അതെ, അവർ സ്ക്രീൻ ചെയ്യാൻ അവിടെ പ്ലേയേഴ്സ് ഉണ്ട് ഓൾറെഡി. അപ്പോൾ ലെവൻഡോസ്കിക്ക് ബുദ്ധിമുട്ടായിരുന്നു, കാരണം ബാഴ്സലോണയ്ക്ക് ബിൽഡപ്പിൽ എക്സിറ്റ് റൂട്ടുകളില്ല. കാരണം അവർ ഓൾറെഡി പ്രസ് ചെയ്യണം, നാരോ പ്രസ് ചെയ്യും. അവർ ഇൻസൈഡിൽ നിന്ന് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് മുകളിലേക്ക് കളിക്കാൻ പറ്റുള്ളൂ. മുകളിലേക്ക് കളിക്കുമ്പോൾ ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടാവും. ലെവൻഡോസ്കി ബോൾ വിൻ ചെയ്യുന്നില്ല, സെക്കൻഡ് ബോളുകൾ വിൻ ചെയ്യാൻ ഫെർമിൻ ലോപ്പസിനും പറ്റുന്നില്ല. അപ്പോൾ ലൈക്ക് ബാഴ്സലോണ അറ്റാക്ക് അവിടെ ഇതാവണ, ലൂക്കാസിൽ ബോൾ റീഗെയിൻ ചെയ്യും, പിന്നെ അവരുടെ അറ്റാക്ക് തുടങ്ങും. ബട്ട് ഐ ഡു തിങ്ക് ദാറ്റ് ഇതൊരു ഗുഡ് പോയിന്റ് ആണെന്ന് തോന്നുന്നു. കാരണം എന്തായാലും ഇത്ര ഇങ്ങനെയൊക്കെ നിന്നിട്ടും ഒരു ഡ്രോ കിട്ടി, അതൊരു ഗുഡ് പോയിന്റ് ആണ്. മാച്ച് സെന്റ് ജെയിംസ് പാർക്ക് ആൾക്കാർ ഒരു അണ്ടർ റേറ്റഡ് സ്റ്റേഡിയം ആണത്. ആൾക്കാർ ഇപ്പോൾ ഡെബ്രോയിനോടൊക്കെ ചോദിക്കുമ്പോൾ ഡെബ്രോയിനോ ആൻഫീൽഡിന് മേലിലാണ് ഈ സെന്റ് ജെയിംസ് പാർക്കിനെ വെച്ചിട്ടുള്ളത് ഒരു. അപ്പോൾ അതൊരു ഗുഡ് പോയിന്റ് ആണ്. സെക്കൻഡ് ലെഗിലേക്ക് വരുമ്പോൾ ക്യാമ്പ് നൗ ഈസ് എ റിയലി ടഫ് പ്ലേസ് ടു ഗോ എന്നുള്ളത് അറിയാൻ നോക്ക്. അപ്പോൾ അത്ലറ്റിക്കോ 4 ഗോൾസിൻ്റെ ലീഡ് വെച്ചിട്ട് പോയിട്ട് ജസ്റ്റിനാണ് രക്ഷപ്പെട്ട് പോകുന്നത് കോപ്പ ഡെൽ റേയിൽ. 3 ഗോൾസ് തിരിച്ചടിച്ചു. അപ്പോൾ എന്തായിരിക്കും ന്യൂ കാസിലിൻ്റെ ഒരു അപ്രോച്ച്? കാരണം സെക്കൻഡ് ലെഗ് വരുമ്പോൾ ഒന്നാമത് എവേ ഗ്രൗണ്ടാണ്, ഇവർക്ക് ഗോള് വേണം ജയിക്കണമെങ്കിൽ, എന്നാൽ ബാഴ്സ അടിക്കാനും പാടില്ല. അപ്പോൾ റിയലി ട്രിക്കി പ്ലേസിലായിരിക്കും എഡിഹോവും ന്യൂ കാസിലും. അപ്പോൾ ന്യൂ കാസിലിൻ്റെ അപ്രോച്ച് എന്തായിരിക്കും, ബാഴ്സയുടെ അപ്രോച്ച് എന്തായിരിക്കും? എനിക്ക് ഇപ്പോൾ ന്യൂ കാസിലിന് ഈ കളി അത്യാവശ്യത്തിന് നന്നായി ഡോമിനേറ്റ് ചെയ്യാൻ പറ്റിയ കാരണം എനിക്ക് തോന്നുന്നില്ല അപ്രോച്ചിൽ ചേഞ്ച് ഉണ്ടാവുന്നു. അപ്രോച്ചിൽ എനിക്ക് ചേഞ്ച് ഉണ്ടാവണമെന്ന് തോന്നില്ല. കാരണം അവർ കൂടുതൽ ഇങ്ങനത്തെ ഒരു ഗെയിം കണ്ടീഷനിലാണ് ത്രൈവ് ചെയ്യണത്. എനിക്ക് തോന്നുന്നില്ല എഡിഹോവ് മാറ്റുന്നു. ആക്ച്വലി കുറച്ചും കൂടി ഇതേപോലെ തന്നെ അഗ്രസീവായിട്ട് കളിക്കുന്ന ചെയ്യുള്ളൂ. കാരണം ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക, ഇപ്പോൾ 90 മിനിറ്റ്സ് ബാഴ്സയുടെ ഹോമിൽ സിറ്റ് ബാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് കോൺസിക്വൻസസ് ഇല്ലേ? 90 മിനിറ്റ് നമുക്ക് ഇത്രയും ടെക്നിക്കലായിട്ടുള്ള ഒരു ടീമിൻ്റെ ഒപ്പം സിറ്റ് ബാക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നമ്മളെ ഹെർട്ട് ചെയ്യും. ഇവഞ്ച്വലി നമ്മളെ ഹെർട്ട് ചെയ്യും. നമുക്ക് ഒരു 3-0 ലീഡ് ഉണ്ടെങ്കിൽ ഓക്കെ, മേ ബി നമുക്ക് സിറ്റ് ബാക്ക് ചെയ്യാം. പക്ഷേ ഇത് 1-1 ആണ്. 1-1 നമ്മൾ സിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിൽ ഗോൾ കൺസീഡ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതൽ. എനിക്ക് തോന്നുന്നില്ല എഡിഹോ ഇങ്ങനെ ഒരു അപ്രോച്ച് എടുക്കുന്നു. ആക്ച്വലി ഇവരുടെ ഇത് ചെയ്യാനുള്ള സ്ട്രാറ്റജി തന്നെയാവും. കുറച്ചും കൂടി അഗ്രസീവായിട്ട് ഉള്ള അപ്രോച്ച് തന്നെയാവും. വോൾട്ടമാഡ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായിരിക്കുമോ? വോൾട്ടമാഡിൽ ഇപ്പോൾ എഡിഹോ മിഡ്ഫീൽഡിൽ എക്സ്പെരിമെൻ്റ് ഉണ്ട്. പക്ഷെ അത് ആക്ച്വലി എനിക്ക് തോന്നുന്നത് ബാക്ക് ഫയർ ഉണ്ട് നന്നായിട്ട്. ചിലവർ മിഡ്ഫീൽഡ്, കാരണം ലൈക്ക് ഒരു സ്ട്രൈക്കറിൻ്റെ ഇൻസ്റ്റിങ്ക്റ്റ് ആണല്ലോ
വോൾട്ടമാഡയ്ക്ക്. അപ്പോൾ മിഡ്ഫീൽഡിൽ ഇടുമ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. കാരണം അവൻ മറ്റുള്ള ടീമുകൾക്ക് അവൻ വോൾട്ടമാഡ് ഒരു പ്രസ്സിങ് ട്രിഗറാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല ഇന്ന് ഇറക്കിണ്ടാകുന്നില്ലല്ലോ. ഇല്ലില്ല. ആൻഡ് ബാഴ്സ എന്തായാലും എനിക്ക് തോന്നുന്നത് അവരുടെ അപ്രോച്ച് ഓഫ് കോഴ്സ് ഗോൾ അടിക്കാനായിരിക്കും. അവരുടെ ഹോം ഗ്രൗണ്ടാണ്, അതിൻ്റെ ഒരു ആധിപത്യം നിലനിർത്താനായിരിക്കും അവർ എന്തായാലും ശ്രമിക്കുക.